ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. സോ ഇന്ന് നമ്മൾ എം ടി ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നോക്കുന്നത്. ഇന്ദിര ഗോസ്വാമി, ഓൾസോ നോൺ ആസ് മമ്മൂനി റൈസം ഗോസ്വാമി എഴുതിയ എം ടി ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. ആസാമീസിലാണ് അത് ഫസ്റ്റ് എഴുതിയിരുന്നത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രദീപ്ത ബോർഗോയ് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട, അതായത് നമ്മളുടെ ഒരു ക്രിമേഷൻ ഗ്രൗണ്ട്, ശവസംസ്കാരമൊക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു ഓരത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയും അവളുടെ 2 മക്കളും അവരുടെ സഫറിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കഥയാണ് എം ടി ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോറിയിൽ മരണം എപ്പോഴും ഇങ്ങനെ അവരുടെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ്. ആ ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിൻ്റെ അടുത്തല്ലേ അവരുടെ വീട്, അതുകൊണ്ട്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന സ്ത്രീ ഒരു വളരെ പാവപ്പെട്ട സ്ത്രീയാണ്. ഫുഡോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഷെൽട്ടറോ ഒന്നുമില്ലാതെ അവരുടെ 2 മക്കളെയും കൊണ്ട് അവൾ എങ്ങനെ കഷ്ടപ്പെടുന്നു. സൊസൈറ്റിയിൽ നിന്നായിക്കോട്ടെ, ഈവൻ ഹൈ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന അവളുടെ ഫാമിലി മെമ്പേഴ്സെന്ന് പോലും അവൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. എങ്ങനെയാണ് ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അവരെ കഷ്ടപ്പെടാൻ വിട്ടുകൊടുക്കുന്ന ഒരു ഹാർഡ് റിയാലിറ്റി ഓഫ് ലൈഫ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു കഥ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, നമ്മുടെ ഈ കഥയിലെ ആ പാവപ്പെട്ട സ്ത്രീയുടെ പേരാണ് തൊറദോയ്. അവൾ ജീവിക്കുന്നത് ആ ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിന് അടുത്താന്ന് പറഞ്ഞു. അവളുടെ ആ കുടിലിനെയാണ് നമ്മൾ ഈ കഥയിൽ ഷാക്ക് എന്ന് പറയുന്നത്. ഒരു ഹട്ടെന്ന് പരിപൂർണമായിട്ട് വിളിക്കാൻ പറ്റത്തില്ല, എല്ലാം ഇങ്ങനെ ഒപ്പിച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പോലത്തെ ഒരു കുടിൽ ടൈപ്പ് ഓഫ് വീടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കഥയുടെ തുടക്കം തന്നെ പറയുന്നത് ഒരു നേരം വെളുത്തിങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് തൊറദോയ് ഇങ്ങനെ വെളിയിലേക്ക് വരുവാണ്. വരുമ്പം തന്നെ ദൂരെ എവിടെയോ ഉള്ള കുറച്ച് പൂക്കളുടെ മണവും ആ ക്രിമേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഹ്യൂമൻ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഫ്ലഷ് കത്തിച്ചതിൻ്റെ മണമൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു രൂക്ഷഗന്ധം, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് തൊറദോയ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നത്. തൊട്ടടുത്തുള്ള ഒരു ഹിജോൾ ട്രീയുടെ മേളിൽ നിന്ന് കിളികൾ കരയുന്ന സൗണ്ടൊക്കെ അവൾക്ക് കേൾക്കാം. ആൻഡ് അവളിങ്ങനെ വെളിയിലേക്ക് ആ ഒരു ഷാക്കിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പം തന്നെ കാണുന്നത് ഹൈബർ ആ ഒരു ഷാക്കിൽ ഫ്രണ്ടിലുള്ളൊരു ഹിജോൾ ട്രീയുടെ താഴെ ഇരുന്നിട്ട് അവളെ ഇങ്ങനെ നോക്കുന്നതാണ്, സ്കാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ദേഷ്യം ഇങ്ങനെ വരികയാണ്. തൊറദോയ് പെട്ടെന്ന് തന്നെ തിരിച്ചകത്തേക്കും കയറിപ്പോയിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പെറുപെറുക്കുകയാണ്. വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ദിസ് ബോഡി ടു കീപ് ഡ്രോയിങ് യു ഹിയർ? എൻ്റെ ഈ ശരീരത്തിൽ ഇനി എന്താ ബാക്കിയുള്ളത്, നീ പിന്നെയും ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്? എന്നെ ഒന്ന് സമാധാനത്തിൽ ഇയാൾ വിട്ടുകൂടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആൻഡ് അവൾ വളരെ നല്ല രീതിയിൽ തന്നെ റിമെമ്പർ ചെയ്യുന്നുണ്ട്. തലയ്ക്കൊരു ചുറ്റിയോ ചടി കിട്ടിയതുപോലെ ആയിരുന്നു അയാൾ വന്നിട്ട് അവളോട് പറയുമ്പോൾ, നിൻ്റെ ആ ഹസ്ബൻഡ് ഇനി ജയിലിൽ നിന്ന് വരാൻ കുറച്ച് നാളെടുക്കും, കുറേ അധികം നാളെടുക്കും, ഇപ്പോഴേ എങ്ങും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നീ എനിക്ക് വേണ്ടിയിട്ട് രാത്രി ജസ്റ്റ് കതകൊന്ന് തുറന്നിട്ടാൽ മതി എന്നൊക്കെ പറയുകയാണ്. പറഞ്ഞില്ല, നമ്മൾ തൊറദോയുടെ ഹസ്ബൻഡ് കള്ള് ഓടിച്ച് വണ്ടി ഓടിച്ചിട്ട് ജീപ്പ് ഓടിച്ചിട്ട് 2 പേരെ ഇടിച്ച് അവർ മരിച്ചു പോകും. അങ്ങനെയാണ് അദ്ദേഹം ജയിലിലാവുന്നത്. അതിനുശേഷമാണ് തൊറദോയൊക്കെ ഇത്രയും പോവേർട്ടിയിലേക്ക് അങ്ങ് തള്ളിയിട്ടപ്പെടുത്തതും പട്ടിണിയും പരുവട്ടമായിട്ട് ഒട്ടും സ്ട്രഗിൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അയാളുടെ ആ ഒരു വാക്കുകൾ അവൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നൊന്നും അവൾക്കറിയില്ല. ആൻഡ് ഇപ്പോഴും അവൾ അതിന് വേണ്ടിയിട്ട് വഴങ്ങിക്കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവൻ ഇപ്പോഴും. എപ്പം ഇയാളെ കണ്ടാലും തൊറദോയുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്. ഓക്കെ, അതിൽ നമുക്ക് മനസ്സിലാക്കാം ആത്മാഭിമാനമുള്ളൊരു സ്ത്രീയായിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അവളുടെ ഈ ഒരു പോവർട്ടി ഇതൊക്കെ കണക്കിലെടുത്ത് വേണമെങ്കിൽ അവൾക്ക് അയാൾക്ക് വഴങ്ങിക്കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അല്ല, ഒരിക്കലും അവൾ അങ്ങനത്തെ രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ദുസ്വഭാവമുള്ളൊരു സ്ത്രീയൊന്നുമല്ല. ആൻഡ് അതിവിടെ നമുക്ക് വ്യക്തമാകുന്നുമുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ അവിടെ നോക്കി നിന്നിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൾ ചുറ്റും ഇങ്ങനെ നോക്കും, ഇനി വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ. സാധാരണ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു പതിവാണ് ഇവരുടെ ഈ ഷാക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വിള്ളലും ഇതൊക്കെ ഉള്ളിടത്ത് കൂടെ വന്നിട്ട് അകത്തെന്താ നടക്കുന്നതെന്നൊക്കെ ഒളിഞ്ഞു നോക്കാനുള്ളതൊക്കെ. ആൻഡ് അവൾ ആലോചിക്കുകയാണ്, അവൾക്ക് ഒരു ചെസ്റ്റ്, അതായത് ഒരു കോഫിൻ, ആരെയോ ഡെഡ് ബോഡി കൊണ്ടുവന്ന ഒരു കോഫിൻ ആ ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിൽ കിടന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവൾ വലിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് അവൾക്ക് കിട്ടിയപ്പോൾ തൊട്ട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയും അവൾ ആ ചെസ്റ്റിനുള്ളിൽ കയറി കിടക്കുന്നൊക്കെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു ചെസ്റ്റ് അവൾക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ കഥയിൽ പറയുന്നത്. ആൻഡ് അവൾ അങ്ങനെ കയറി കിടക്കുന്നതും ഇതുമൊക്കെ കണ്ടിട്ട് ഓരോരുത്തരും നടന്നിങ്ങനെ അപവാദവും പരിദൂഷണമൊക്കെ പറയുന്ന പോലെ പറയുന്നുണ്ടോ. അവൾ ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു മരിച്ച മനുഷ്യനെ കൊണ്ടുവന്ന് ചെസ്റ്റിൻ്റെ ഉള്ളിൽ അവൾ കയറി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമുക്കറിയാമല്ലോ ആ ഒരു വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിൽ
നമ്മളുടെ തൊറുദോയ് പറയുന്നുണ്ട്, ഇവരൊക്കെ എന്താ ഭയങ്കര നല്ല ആൾക്കാരാണോ? ആ ഒരു ജമീന്ദാർ മരിച്ച സമയത്ത് അവരുടെ വൈഫ് എന്താ പിന്നീട് അവരുടെ ബെഡിൽ കയറി കിടക്കില്ലേ? അല്ലെങ്കിൽ വുഡ് കട്ടർ സുക്കൂറയുടെ വൈഫ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു ഹുക്ക കിട്ടിയിട്ട് ഇപ്പോഴും അത് വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതേപോലെ എത്ര ആൾക്കാരെ ഇവിടെ വന്നിട്ട് ഈ ചാരത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് തിരഞ്ഞ് സ്വർണ്ണമോതിരവും അതേപോലുള്ള സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് പോകുന്നത്. അവരാരും ചെയ്യുമ്പോൾ അതൊന്നും കുറ്റമല്ല, ഞാൻ ചെയ്താൽ അത് പ്രശ്നമാണോ? അങ്ങനത്തെയൊക്കെ രീതിയിൽ ഇവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആൻഡ് അവൾ തിരിച്ച് അവളുടെ ആ ഒരു ഷാക്കിനുള്ളിലേക്ക് കയറുമ്പോൾ അവൾ ആദ്യം പോകുന്ന അവൾ സ്ലീപ്പ് ചെയ്യുന്ന അവളുടെ മക്കളിലേക്കാണ്. ആൻഡ് ആ 2 കുട്ടികളുടെ വാരിയലുകൾ വേണമെങ്കിൽ ആർക്കെങ്കിലും എണ്ണിയെടുക്കാൻ പുറത്തുനിന്ന്, അത്രയ്ക്ക് ഒട്ടിക്കിടക്കുന്ന അവരുടെ വയറൊക്കെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ കശാപ്പ് ശാലയിൽ ആടിനെയൊക്കെ തൂക്കിയിട്ടേക്കുമ്പോൾ വാരിയൽ കാണുന്നത് പോലെ അവളുടെ മക്കളുടെ വാരിയൽ ഇങ്ങനെ കാണുന്നത് കണ്ട് അവളിങ്ങനെ വിഷമിച്ച് നോക്കും. ആൻഡ് അവിടുന്ന് അവളുടെ നോട്ടം ചെല്ലുന്നത് നമ്മൾ ഈ പറഞ്ഞ വുഡൻ ചെസ്റ്റിനകത്തേക്കാണ്. ഓക്കെ, ആൻഡ് അത് കാണുമ്പോഴത്തേക്ക് അവളുടെ ആ ഒരു വിഷമം ഒന്ന് മാറിയിട്ട് പെട്ടെന്നൊന്ന് ഇച്ചിരി ഒന്ന് ബ്രൈറ്റ് ആവും. അവൾ ആ വീട്ടിൽ ഓൺ ചെയ്യുന്നതിൽ ഗുഡ് കണ്ടീഷനിലിരിക്കുന്ന ഒരു സാധനം ആ ഒരു ചെസ്റ്റ് മാത്രമാണ്. ഓക്കെ, ആൻഡ് അവൾ പോയിട്ട് അതിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബക്കൂൾ ഫ്ലവേഴ്സ്, വുഡൻ ചെസ്റ്റാണ്, അതിൽ ഒരു ബക്കൂൾ ഫ്ലവേഴ്സൊക്കെ വുഡിൽ തന്നെ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെസ്റ്റാണ്. അതിലിങ്ങനെ കൈ ഓടിച്ചിങ്ങനെ എന്താ പറയുക, സന്തോഷത്തോടെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന, ചിലപ്പോഴൊക്കെ അവൾ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാറുണ്ട് കേട്ടോ. കാരണം ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഓഫ് സെൻസ് ഓഫ് സെക്യൂരിറ്റി അവൾക്കത് കൊടുക്കുന്നുണ്ട്. അതിനെ എംബ്രേസ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അവൾക്കത് വളരെ ഇഷ്ടമാണ്. സോ അവൾ അതിലേക്ക് ഇങ്ങനെ കൈ ഓടിച്ചിങ്ങനെയൊക്കെ നോക്കുകയും അതിൽ കയറി നിന്ന് നോക്കുകയും കിടന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അവൾ ആലോചിക്കുകയായിരുന്നു, പെട്ടെന്നാണ് അവൾക്കിങ്ങനെ ഓർമ്മ വന്നത്, ഇത് കൊണ്ടുവന്ന സമയത്ത്, അതായത് അവിടുന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഐസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ, ബ്ലഡ് പറ്റിയ ഐസ്, അതൊക്കെ അവൾ എടുത്ത് മാറ്റിയത് ഓർത്തിട്ട് അവളിങ്ങനെ വിഷമിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ഓർത്തപ്പോഴത്തേക്ക് അത്രയും നാളത് മാറുന്നിരിക്കുമായിരുന്നു, പെട്ടെന്ന് വീണ്ടും ഓർത്തപ്പോൾ അവൾക്കതൊരു ചെറിയൊരു വിഷമം പോലെ ആയതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു പോലീസ് ജീപ്പിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അവൾ അതിൽ നിന്നിങ്ങനെ എണ്ണീക്കും. ഓക്കെ, എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചുറ്റിനും നോക്കും. സാധാരണയാണ് അവിടെ ആ ഒരു പോലീസ് ജീപ്പിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാറുള്ളത്. കാരണം ഈ ക്രിമേഷൻ ഗ്രൗണ്ടിലേക്ക് ബോഡീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈ ഷൂട്ടിങ്ങിൽ മരിച്ച ആൾക്കാരുടെ ബോഡീസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പോലീസുകാർ വരുന്നത് സാധാരണയാണ്. ആൻഡ് അത്തരം ഒരു ജീപ്പിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവൾ ജസ്റ്റ് അതിൽ നിന്നിങ്ങനെ ഒന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആൻഡ് അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് വേർമില്യൻ ഫ്ലവേഴ്സ്, ഒരാളുടെ തലയിൽ ചൂടേണ്ടതായിട്ടുള്ള വേർമില്യൻ ഫ്ലവേഴ്സ് ആ ഒരു ചെസ്റ്റിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നത് അവളിങ്ങനെ ശ്രദ്ധിക്കും. അത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ഡീറ്റെയിൽ പോലെയൊക്കെ പറയുന്നുണ്ട്. അവൾ വിചാരിക്കുകയാണ്, എന്തൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ് എനിക്കിതിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആൻഡ് ഇതിൽ ഞാൻ തലേദിവസം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് ഞാൻ നൈറ്റ് സ്പെൻഡ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ഈ ഒരു വുഡൻ ചെസ്റ്റ് എങ്ങനെയാണ് അവളുടെ ഒരു പേഴ്സണാലിറ്റീനെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കാണുകയാണ്. ഓക്കെ, അവൾ അതിനെ ഒരു മരണവുമായിട്ട് അസോസിയേറ്റ് ചെയ്തല്ല ഒരു ചെസ്റ്റിനെ അവൾ കാണുന്നത്. ഇഫ് ഇറ്റ്സ് ലൈക്ക് ഒരു കമ്പാനിയൻ പോലെ അവൾ അങ്ങ് കണ്ടുപോകുകയാണ്. ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഓഫ് അറ്റാച്ച്മെൻറ്റ് അതിനോട് അവൾക്ക് തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തലേദിവസം അവളുടെ വെഡ്ഡിങ് ബ്ലൗസ് ആ ഒരു തുണിക്കുമ്പാരത്തിനിടയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് അവൾക്ക് ഓൺ ചെയ്യുന്ന ഡ്രസ്സുകളിൽ ഇപ്പോഴും ഇൻടാക്റ്റായിട്ട് കീറിയൊന്നും പോകാതിരിക്കുന്നത് ആ ഒരു ഡ്രസ്സ് മാത്രമാണ്. വീണ്ടും അവൾ ആ ബ്ലൗസൊക്കെ ഒന്ന് ഇട്ട് നോക്കി ചീപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ ഇരുന്നായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളോട് എന്താണ് പോർട്രേ ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, അവൾക്ക് ആ ഒരു ചെസ്റ്റുമായിട്ട് ഉള്ള കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ അതിനെ കെയറേസ് ചെയ്ത് നടക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുറച്ചെങ്കിലും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് അവൾ മാറുന്നത്. ഓക്കെ, ബാക്കി എല്ലാ അവളുടെ ജീവിതത്തിൻ്റെ ആസ്പെക്ട്സും ഡിപ്രസ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. പക്ഷേ ഇതുമായിട്ട് അസോസിയേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവൾ പിന്നെയും ഒന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നേരത്തെ കേട്ട ആ ഒരു പോലീസ് ജീപ്പിൻ്റെ സൗണ്ട്, അതിനുശേഷം ഇപ്പോൾ ഒരാൾ വന്നിട്ട് അവളുടെ ഡോറിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുട്ടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവൾ പോയിട്ട് ആ ഡോറ് തുറക്കുമ്പോൾ അവളുടെ ബ്രദർ സോമേശ്വർ വന്ന് നിൽക്കുന്നതായിരിക്കും അത്. അയാളിങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ട് പറയും, എനിക്ക് നിന്നെ ഇങ്ങനെ വന്ന് നോക്കാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു, ഇപ്പോൾ എനിക്കിവിടെ അടുത്താണ് ഡ്യൂട്ടി, തൊട്ടടുത്ത് ഈ ക്രിമേഷൻ്റെ തൊട്ടടുത്തൊരു പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഷോപ്പ് പോലെ ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും അതിന് തടയിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അയാൾ വന്നേക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടൊക്കെ അയാൾ കുറച്ചിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ആരുടെയോ മരണത്തിന് കൊണ്ടുവന്നപ്പോൾ 2 ആൺമക്കളുണ്ടായിരുന്നു. അതിലൊരുത്തൻ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നെങ്കിൽ മറ്റൊരുത്തൻ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്കാണ് സ്ലിപ്പ് ഔട്ട് ചെയ്ത് പോയത്. അങ്ങനത്തെ പരാതികളൊക്കെ കിട്ടിയിട്ട് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ വന്നാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വർത്തമാനത്തിൻ്റെ ഇടയിൽ ഇയാളുടെ നോട്ടം നമ്മളുടെ ആ ഒരു ചെസ്റ്റിലേക്ക് എത്തുന്നു. ആൻഡ് പുള്ളി ഇങ്ങനെ അടുത്തോട്ട് ചെന്നിട്ട് ക്ലോസ്ലി അതിങ്ങനെ ഒബ്സർവ് ചെയ്യും.
എന്നിട്ട് അറിയാവുന്ന ഒരു സാധനം കണ്ട് എത്തിയതുപോലെ ഒരു ഷോക്ക് കിട്ടിയതുപോലെ അവിടെ ഇങ്ങനെ നിന്നിട്ട് അവളോട് പറയും, ഇവിടെ വെള്ളമുണ്ടോ, എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറയും. ആൻഡ് വെള്ളം കുടിച്ചതിന് ശേഷം പറയുന്നു, ഓക്കെ അപ്പം ഞാൻ കേട്ടത് ശരിയാണ്, സാരൂബോപ്പയുടെ കോപ്സ് ഈ ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിലേക്ക് തന്നെയാണല്ലേ കൊണ്ടുവന്നതെന്ന് പറയും. ആരാണ് ഈ സാരൂബോപ്പ എന്ന് വെച്ചാൽ, നേരത്തെ നമ്മളുടെ തൊറദോയി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. താക്കൂർ എന്നായിരുന്നു ഈ സാരൂബോപ്പയുടെ അച്ഛൻ്റെ പേര്. ആൻഡ് അയാളുടെ അച്ഛന് സുഖമില്ലാത്ത സമയത്ത് നമ്മളുടെ ഈ തൊറദോയി ആയിരുന്നു അവിടെ നിന്ന് അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും സഹായിച്ചതും ഒക്കെ. ആ അച്ഛനും മകനും ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഈ മകന് വളരെ അധികം ഇവർ തമ്മിലൊരു സ്നേഹബന്ധം പോലെയായിരുന്നു. ആൻഡ് അവരെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിലത് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് അങ്ങ് ആസാമിലേക്ക് എന്തോ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ ആരാണ് സോമേശ്വർ പറയുന്നത്. ഓക്കെ, നീ ഓർക്കുന്നുണ്ടല്ലോ അയാളെ അല്ലേ, എന്ത് പ്രഹളമായിരുന്നോ അന്ന് നടന്നതൊക്കെ, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നോ അന്ന് ഉണ്ടായത്, നിനക്ക് തീർച്ചയായിട്ടും ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ശരിയാണ്, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങോട്ട് തന്നെയാണ് അയാളെ കൊണ്ടുവന്നതല്ലേന്ന്. ആൻഡ് ഇതിന് മറുപടിയായിട്ട് ഇതൊന്നും പറയുമ്പോൾ തൊറദോയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് കഥയിൽ കാണിച്ചിട്ടില്ല. അവൾ ഇങ്ങനെ ചോദിക്കുന്നതാണ് മറിച്ച് കൊടുക്കുന്നത്, വാട്ട് കിൽഡ് ഹിം, എങ്ങനെയാണ് അയാൾ മരിച്ചതെന്ന്. അപ്പം ഇവൻ പറയും ഒരു ജീപ്പ് ഇടിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയും. ഓക്കെ, ആൻഡ് അയാളിങ്ങനെ ഓർക്കുന്ന പോലെ പറയാണ്, വട്ട് എ ഫൈൻ ഫിഗർ ഓഫ് എ മാൻ ഹി വാസ്. ആഫ്റ്റർ റിമൂവിങ് ദ ബ്ലഡ് സ്റ്റെയിൻഡ് പീസസ് ഓഫ് ഐസ് ഐ ഹാഡ് ഹെൽപ്ഡ് ഹോയിസ്റ്റ് ഹിസ് ബോഡി ഓൺ ടു ദ ഫ്യൂണറൽ പയർ. അദ്ദേഹമാണ് ഹെൽപ്പ് ചെയ്തത്, അതിലേക്ക് അയാളെ എടുത്ത് വെക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയും. ആൻഡ് നമ്മളുടെ ഈ തൊറദോയി ഒരു സ്റ്റാച്ചു കണക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ബാക്കി പറയാൻ അയാൾക്കൊരു മനസ്സ് വന്നില്ല. അപ്പം അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഗുഹ പോലെ ആ ഒരു ചെസ്റ്റ് ഇങ്ങനെ ഓപ്പൺ മൗത്തുമായിട്ടിരിക്കുന്നത് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ സോമേശ്വർ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയും, സോ ദർ വാസ് എ ഹിൻറ്റ് ഓഫ് ദ തിയേട്രിക്കൽ ഇൻ ഹിസ് ജസ്റ്റർ. അതായത് തോർഡോയോട് പറയും, തോർഡോയി ദ ഡേയ്സ് ഓഫ് സാഹിബ്സ് മാരിയിങ് ദ ഡോട്ടേഴ്സ് ഓഫ് ലേബേഴ്സ് ആർ ഗോൺ. അങ്ങനെയുള്ള കല്യാണങ്ങൾ നടക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഈ അടുത്ത് അങ്ങനെ ഒരു കല്യാണം നടന്നിട്ട് ആ ഒരു സാഹിബിന് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ആ കല്യാണത്തിനെ പറ്റിയിട്ട് പറയുകയാണ്. ഓക്കെ, അത് നടക്കാതിരുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് പറയുകയാണ്. ദെൻ അവളോട് ചോദിക്കുകയാണ്, വാസ് ഹി ഏബിൾ ടു ടേക്ക് യു എവേ ഫ്രം ദിസ് ഹോവൽ ആൻഡ് ഗിവ് യു എ പ്ലേസ് ഇൻ ദ ഹൗസ് വിത്ത് എ ടിൻ റൂഫ്. അയാൾക്ക് അതിന് സാധിച്ചോ, അയാളതിന് ഒരു ധൈര്യം അയാൾ കാണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ, എനിക്ക് തോന്നുന്നു അവൾ ആ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ട് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾ ഒരു പ്രസൻ്റ്ലി പറയുകയാണെങ്കിൽ ആശ്വസിപ്പിക്കുകയല്ല എങ്കിലും അതിൽ നിന്ന് ആ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ പറയുന്നത് പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ആൻഡ് ഇതിന് മറുപടിയായിട്ട് നമ്മളുടെ തൊറദോയി പറയുന്നത്, അദ്ദേഹം ഈ 12 വർഷവും കല്യാണം കഴിക്കാതെ ഒരു ബാച്ചിലറായിട്ട് ജീവിച്ചത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടക്കാത്തത് കൊണ്ടായിരിക്കില്ലേ എന്നാണ് മറുപടി കൊടുക്കുന്നത്. അതിന് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ സോമേശ്വർ തിരിച്ച് പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും വിവരം വെച്ചിട്ടില്ല അല്ലേ, നീ അന്ന് അവന് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച് എല്ലാം നശിപ്പിക്കാൻ തയ്യാറായി നിന്ന ആ സെയിം മന്ദബുദ്ധി തന്നെയാണ് നീ ഇപ്പോഴും അല്ലേ എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയുന്നുണ്ട്. അയാളിത് പറയുമ്പോൾ തൊറദോയി ലുക്ഡ് ഹെൽപ്ലെസ്ലി അറ്റ് ഹെർ ബ്രദർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷി ഹാഡ് മാനേജ്ഡ് ടു സാൽവേജ് സംതിങ് പ്രഷ്യസ് ഫ്രം ദ റൂയിൻസ് ഓഫ് വാട്ട് ഹാഡ് വൺസ് ബീൻ. വുഡ് ഹെർ ബ്രദർ ഡിപ്രൈവ് ഹെർ ഓഫ് ഈവൻ ദാറ്റ് എന്ന്. അതായത് ഒരു എന്താ പറയുന്നത്, പ്രഷ്യസ് ആയിട്ടൊരു സാധനം അവൾ മറ്റാരും എടുത്തുകൊണ്ട് പോകാതെ അത് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവൾക്ക് പറ്റി. ഇനി അതും ഇവൾ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അതിൽ നിന്നും ഇവൾക്കൊരു ആ കിട്ടുന്ന ആ ഒരു പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി അതും ഇവൻ നശിപ്പിക്കുമോ എന്നുള്ള മട്ടിലാണ് അവളിങ്ങനെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇത്രയും എത്തുമ്പോഴത്തേക്കും നേരത്തെ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണർന്ന് ഇതൊക്കെ കണ്ടിട്ട് അമ്മയുടെ രണ്ട് സൈഡിലും വന്നിങ്ങനെ നിൽക്കും. അവരുടെ അപ്പുറം ഇപ്പുറമായിട്ട് അവർ 3 പേരും കൂടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ആ ഒരു ക്രിമേഷൻ ഗ്രൗണ്ടിൽ ഒരു എന്താ പറയുക അസ്ഥികൂടങ്ങൾ നിൽക്കുന്നത് പോലെയാണ് അയാൾക്ക് സോമേശ്വറിന് ഫീൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിനൊക്കെ മറുപടി ആയിട്ട് സോമേശ്വർ ഇങ്ങനെ അയാളുടെ പോക്കറ്റിൽ നിന്ന് എന്തോ ഇങ്ങനെ തപ്പിയെടുക്കാൻ ഇങ്ങനെ നോക്കുകയാണ്. ആൻഡ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ വിചാരിക്കുന്നതോ ഇവർക്ക് എന്തോ പൈസ കൊടുക്കാൻ എന്തോ നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പ്രതീക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ കുറച്ച് വെഡ്ഡിങ് കാർഡ്സ് ഇങ്ങനെ എടുത്തിട്ട് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും, നമ്മുടെ തൊറദോയുടെ അവിടേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നോക്ക് നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു, എനിക്ക് പോലീസിൽ നല്ല പിടിപാടുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. സോ എന്താ പറയുന്നത്, ഹിയർ ടേക്ക് ഹിസ് വെഡ്ഡിങ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് പറയും, സീയിങ് ദ വേ തിങ്സ് ഹാവ് ബീൻ ഐ കെയിം പ്രിപ്പയർഡ്. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ വന്നത്. സാരൂബോപ്പ വാസ് നോട്ട് പ്ലാനിങ് ടു സ്റ്റേ ആൻ എറ്റേണൽ ബാച്ചിലർ ബിക്കോസ് ഓഫ് യു. ഹിസ് വെഡ്ഡിങ് ഹാസ് ബീൻ ഫിക്സ്ഡ്.
അപ്പോൾ എന്താ പറയുന്നത്, സാരബോപ്പയുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് അതിന് പോകുന്ന വഴിയിലാണ് അയാൾ മരിച്ചു പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കും. ആൻഡ് അവൾ തിരിച്ച് മറുപടി ഒന്നും പറയത്തില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. ആൻഡ് ഹി വാസ് എബൌട്ട് ടു റഷ് ഔട്ട് ഓഫ് ദ റൂം. പെട്ടെന്നാണ് അയാൾ ആ കുട്ടികളെ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് കോയിൻസ് എടുത്തിട്ട് അവരുടെ കയ്യിലോട്ട് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കും. ആൻഡ് അത് കിട്ടിയ പാട് തന്നെ അവർ വിശന്ന് വലഞ്ഞ് നിൽക്കല്ലേ, കുറച്ച് പൈസ കിട്ടിയപ്പോഴത്തേക്ക് അവർക്കത് ജീവൻ കിട്ടിയതുപോലെ അവരതും എടുത്തുകൊണ്ട് തൊട്ടടുത്ത ഷോപ്പിലോട്ട് ഒരു ഓട്ടം വെച്ച് കൊടുക്കും. ആൻഡ് പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തൊരുദോയി കുറേ ദിവസത്തേക്ക് പിന്നീട് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടേയില്ല. ഷി ഡസൻ ലീവ് ദ ഹൗസ് ഫോർ ഡേയ്സ് എന്ന് പറഞ്ഞത്. ആൻഡ് അവരുടെ മക്കൾ ആൾക്കാരുടെ അടുത്ത് ബോഡി കത്തിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് ബെഗ് ചെയ്തിട്ട് ഫുഡൊക്കെ കണ്ടുപിടിച്ചു. ആൻഡ് ഓൾസോ 2 ലിക്വറിൻ്റെ ബോട്ടിൽ അവിടെ കിടന്നത് കഴുകി എടുത്തിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ച് കുടിച്ചിട്ടാണ് അവർ വിശപ്പ് അടക്കിയിരുന്നതെന്ന് പറയായിരുന്നു. ഓക്കെ. ആൻഡ് അവളുടെ ഹാർട്ടും ആ ഹൗസും ഒരുപോലെ കോൾഡായിട്ട് റിമെയിൻ ചെയ്തെന്നാണ് പറയുന്നത്. ദെൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു സീനായിട്ട് കാണിക്കുകയാണിങ്ങനെ അവളും ഈ ഒരു 2 മക്കളും കൂടി ചേർന്നിട്ട് ആ ഒരു ചെസ്റ്റിനെ ഇങ്ങനെ വലിച്ചു ഇഴച്ചു കൊണ്ടുപോയി ക്രിമേഷൻ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഒരു ബാസ്റ്റഡായിട്ട് ജനിച്ച ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ആരും അറിയാതെ കത്തിച്ചെന്ന് പറഞ്ഞില്ലേ, അവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു പെട്ടി അതായത് ആ ഒരു കോഫിൻ അവർ കത്തിക്കുകയാണ്. ആൻഡ് അതിനുശേഷം ഇവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. ദെൻ 2 വരിയിലാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ തൊരുദോയ് കംസ് ഔട്ട് ഓഫ് ഹർ ഷാക്ക് എന്ന് വരെ ഉള്ളത് പറഞ്ഞിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഷീ വെയേഴ്സ് നോ ചടാർ. ചടാർ എന്ന് വെച്ചാൽ മേൽവസ്ത്രമാണ്, ഇങ്ങനെ മുകൾ ഭാഗം മറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം. ദ മാൻ ഹു ഓൾവേസ് സ്റ്റുഡ് അണ്ടർ ദ ഹിജോൾ ട്രീ ഈസ് നോട്ട് ദെയർ. അയാൾ അവിടെ ഇല്ലായിരുന്നു, നമ്മുടെ ഹൈബർ അവിടെ ഇല്ലായിരുന്നു എന്ന്. ആൻഡ് ഒരു അബ്രപ്റ്റിൽ പെട്ടെന്നൊരു നിമിഷം നമ്മൾ കഥ ഇങ്ങനെ വായിച്ച ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ കഥ തീർന്നു. ഇങ്ങനെയാണ് നോവലിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. ഓക്കെ. സോ ഈ ഒരു എൻഡിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ വളരെ നമ്മൾ ബഷീറിൻ്റെ കഥ, അതായത് നമ്മുടെ ബർത്ത്ഡേ പറഞ്ഞപ്പം സ്റ്റാർക്ക് റിയലിസത്തെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ, പച്ചയായ യാഥാർത്ഥ്യം. അതേപോലെ ഒരു സ്റ്റാർക്ക് റിയലിസത്തിൽ വളരെ ഡീപ്ലി ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി എംപ്റ്റി ചെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ആ ഒരു വുഡൻ ചെസ്റ്റ് ബേൺ ചെയ്തതിന് ശേഷം, അതായത് അവളുടെ ഒരു ഓൺലി ഷെൽട്ടറായിട്ട്, അവളുടെ ഒരു ഓൺലി സർവൈവലിൻ്റെ ഭാഗമായിട്ട് അവൾ കണ്ട ഓൺലി പ്ലഷർ അത് അവൾ നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുകയാണ്. ആൻഡ് ഇനി അവൾക്ക് എന്തിനേയും ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തും ഫേസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ അവൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആ ഹൈബറിനെ കാണുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അവളുടെ ആ ഒരു പോവേർട്ടിയോ ഹങ്കറോ അല്ലെങ്കിൽ അവൾ സോഷ്യലി അനുഭവിച്ചു വരുന്ന നെഗ്ലക്റ്റോ ഒന്നും അൺചേഞ്ച് ആവുന്നില്ല. ഓക്കെ. സ്റ്റിൽ ഇറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. സോ ദ സ്റ്റോറി ക്ലോസ് വിത്തൗട്ട് ഹോപ്പ് ഓർ കൺസൊലേഷൻ, forcing the reader to confront the brutal reality of a life lived on the margins, where survival itself becomes an act of endurance rather than choice. ഓക്കെ. അവൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, സർവൈവ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് അവളുടെ ജീവിതം നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറി തന്നെയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു 4 ഷോർട്ട് സ്റ്റോറി തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള 2 എഴുതാമെന്ന് പറയുന്നതിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് 2-3 തവണ ഈ ഒരു വീഡിയോ കേൾക്കുക, കഥ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം നമുക്ക് കഥയിൽ മനസ്സിലായ കാര്യങ്ങൾ എഴുതുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. See you in the next video very soon. Thank you for watching.